അതിനി സമയമുണ്ടല്ലോ. അതല്ല നമ്മളെ എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. 2 പ്രാവശ്യത്തെ കഴിഞ്ഞ ഒരുപാട് പേരുണ്ട്. അത് മൂന്നാമത്തിലേക്ക് പോകുമോ അതോ പോവില്ലയോ, ഇതെല്ലാം പാർട്ടി തീരുമാനിച്ച് പറയുന്നതാണ്. നമുക്ക് പറയാനുള്ള 10 വർഷക്കാലം ഉണ്ടായിരുന്നു. ആ ഒരു അനുഭവം ഇനി അങ്ങോട്ട് മുന്നോട്ട് പൊതുപ്രവർത്തനമായിട്ട് തുടരണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സേവനമല്ലേ, ജോലിയല്ലല്ലോ. മറ്റേ അഭിനയമല്ലേ ജോലി. ഇപ്പൊ അഭിനയിക്കുന്നുണ്ടോ ഇനി എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. അഭിനയമുണ്ട്. ഇതിപ്പോ MLA ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ ജനസേവനത്തിന്. കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരമല്ലേ. കൊല്ലത്തിന് എവിടെ ചെറിയൊരു കാര്യം വന്നാലും നമ്മളവിടെ എത്താൻ പറ്റുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ്. രണ്ടും അല്ല, MLA നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. നടനായിട്ട് എന്തായാലും ആ സമയത്ത് നോക്കാം. മത്സരിക്കാനൊരു ആഗ്രഹമുണ്ട്. അയ്യോടാ, അല്ല, മത്സരിക്കാൻ ആഗ്രഹത്തിന്റെ അല്ല, ഇതെല്ലാം നമ്മളിൽ എത്തിച്ചേരുന്ന ഉത്തരവാദിത്തങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഒരിക്കൽ പോലും എനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല, പ്രകടിപ്പിക്കത്തുമില്ല. എന്നാൽ ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ ഒരു റോള് ഞാൻ ചോദിച്ചിട്ടില്ല. ആരെങ്കിലും റോള് നല്ലത് കൊണ്ടുവരികയാണെങ്കിൽ അത് ഗംഭീരമാക്കാൻ എന്ത് ചെയ്യാമെന്നുള്ളതാണ്. ആ സ്കൂളിലാണ് ഞാൻ വന്നത്. അത് പ്രത്യേകിച്ച് നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും. നമ്മൾ അങ്ങോട്ടൊന്നും ആവശ്യപ്പെടരുത്, ഇങ്ങോട്ട് തരുന്നത് ദി ബെസ്റ്റ് ആക്കി കൈ കൊടുക്കുക. തീർച്ചയായിട്ടും പാർട്ടി തീരുമാനിക്കും. പാർട്ടി പറയട്ടെ, ആ സമയം വരട്ടെ, അപ്പം വീണ്ടും തീരുമാനിക്കാമല്ലോ നമുക്ക്. അല്ല, പാർട്ടി പറഞ്ഞാലെന്നല്ല, പാർട്ടി ആ സമയത്ത് എന്ത് തീരുമാനിക്കുന്നു അത് നമ്മൾ ആ തീരുമാനത്തിൽ നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കില്ല. അത്രേ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ പറയാൻ പറ്റിയ ആളുമാണ്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെയൊക്കെ ഒരു രീതിയിലുള്ള ഒരു MLA എന്താണ് MLA പണി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അപ്പം നിങ്ങൾ കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. വികസനത്തിന്റെ എത്ര മാത്രം വികസനം കൊല്ലം 10 കൊല്ലത്തിനകത്ത് നേടി, അതിനു മുമ്പ് നേടി, അത് ആ വികസനം കറക്റ്റാണോ, അത് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ കഴിയും. എന്നാൽ കഴിയുന്ന തരത്തിൽ അതിഗംഭീരമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. റോള് ഗംഭീരമാണ്. അത് തീരുമാനിക്കാം. തീർച്ചയായിട്ടും അത് ആര് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും അത് പാർട്ടിയുടെ അത് എന്താ എഴുതി വെക്കാത്ത നിയമമല്ലേ അത്. പിന്നെ അതല്ല, തീർച്ചയായിട്ടും കാണും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അങ്ങനെയൊന്നുമില്ല. അത് പാർട്ടി അവിടെ പ്രചരണത്തിനുള്ള ഞാൻ ഈ 10 കൊല്ലം എവിടെയൊക്കെ ബൈ ഇലക്ഷൻ, എല്ലാ ബൈ ഇലക്ഷനും ഞാൻ പ്രവർത്തനത്തിന് പോയില്ലേ. അതല്ലാതെ തന്നെ കണ്ണൂർ മുതൽ പാറശാല വരെ പല പല പരിപാടികളും നമ്മൾ പാർട്ടി പറയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതല്ലാതെ കൊല്ലം മാത്രമല്ലല്ലോ നമ്മുടെ പ്രചരണ വേദി അല്ലെങ്കിൽ സ്ഥലം. അത് വരുന്ന പോലെ കാണാം. ഓക്കെ, താങ്ക് യു.